സത്യത്തിൽ 2022 ബി ഉണ്ണികൃഷ്ണന്റെ നെയ്യാറ്റിൻകര ഗോപന്റെ സൃഷ്ടിക്ക് ശേഷം മോഹൻലാലാണ് ആ കഥാപാത്രത്തെ അനശ്വരമാക്കിയത്. അദ്ദേഹത്തിന്റെ സൃഷ്ടിക്ക് ഉണ്ണികൃഷ്ണന്റെ നെയ്യാറ്റിൻകര ഗോപനിൽ കൂടി ആറാട്ടണ്ണന്റെ ഉത്ഭവം ഉണ്ടായി. ഒറ്റ നാക്കും കൊണ്ട്, ഒറ്റ ക്ലിക്കും കൊണ്ട്, ഒരു വാക്കും കൊണ്ട് ആ ചെറുക്കൻ ആറാട്ടണ്ണൻ ലോക മലയാള സിനിമയുടെ സ്പന്ദനമായി മാറി. ഇന്ന് ലോക മലയാള സിനിമയുടെ ഭാവി നിർവചിക്കുന്നത് ആ പുണ്യാത്മാവിന്റെ നാവിന്റെ തുമ്പിലാണ്. പിന്നെ വന്നത് നമ്മുടെ കഷായം ഗ്രീഷ്മ, അല്ലെ? ഒരു പയ്യനെ കഷായം കൊടുത്തു കൊന്നു. അത് നെയ്യാറ്റിൻകര കോടതിയിൽ ഇന്ന് വിധിയായിരുന്നു. ഗ്രീഷ്മ തെറ്റുകാരിയാണെന്ന് കണ്ടെത്തി. പിന്നീട് വന്നത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കേസാണ്. അത് ഭയങ്കര സെൻസേഷനായിട്ട് പ്രധാന മാധ്യമങ്ങളെല്ലാം അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. യൂട്യൂബേഴ്സ് മൊത്തം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിയുമ്പോൾ ബോച്ചയുടെ പേര് പോലും ഇല്ല, ഹണി റോസിന്റെ പേരില്ല, വേറെ ഒരു കേസിന്റെ ഇല്ല. യൂട്യൂബേഴ്സ് എല്ലാം, പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സ് എല്ലാം ഈ കേസ് എടുത്തു വെച്ചാണ് ചർച്ച ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപന്റെ, സ്വാമി ഗോപൻ എന്ന് പറയുന്നത് ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ഒരു അമ്പലമുണ്ടാക്കി. അയാൾ പുണ്യാത്മാവാണെന്ന് അദ്ദേഹത്തിന്റെ മക്കൾ പറയുന്നു. അദ്ദേഹം ഏതാണ്ട് 2022 ഒരു പീഠം ഉണ്ടാക്കി അവിടെ ഞാൻ സമാധിയാകാൻ പോവാന്ന് നാട്ടുകാരോടെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ തന്നെ ഇഷ്ടപ്രകാരം അത് നടത്തി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അയാള് ഒരു രോഗശൈലിയിൽ പോകുന്നു. അയാൾക്ക് നടക്കാൻ മേലാത്ത അവസ്ഥയിലാവുന്നു. പിള്ളേർക്കാണെങ്കിൽ അവർക്ക് അവരുടേതായ ബുദ്ധിവികാസങ്ങളേ ഉള്ളൂ. അവർ ഇയാളെ നോക്കാതെയാവുന്നു. അയാൾ എങ്ങനെയോ മരിക്കുന്നു. അയാൾ ഇതിനകത്ത് വരുന്നു. മാൻ മിസ്സിംഗ് കേസ്. അവർക്ക് വിശ്വാസമുണ്ട് അവര് സമാധിയായി, ഇദ്ദേഹം സമാധിയായി അവിടെ ഇരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു വിശ്വാസക്കേടുണ്ട്, ഇത് തല്ലിക്കൊന്ന് അവിടെ വെച്ചതാണെന്നുള്ളത്, അല്ലെ? പോലീസിന് വന്ന് എക്സുമേറ്റ് ചെയ്ത് അത് കൊന്നതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മിസ്സിംഗ് ആയിട്ടുള്ള ആൾ അവിടെയുണ്ട്, ആരാ ചെയ്തെന്നുള്ള അറിയാൻ പറ്റും. ജനങ്ങൾക്ക് ഒരു ആശ്ചര്യം കൂടി ഉണ്ട്. ഇതിനകത്ത് പോസ്റ്റ് എക്സ്ഹ്യൂമേഷനും പ്രീ എക്സ്ഹ്യൂമേഷനും, അതായത് ഇത് യൂട്യൂബേഴ്സിന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ അൺബോക്സിങ്ങിന് മുമ്പും അൺബോക്സിങ്ങിന് ശേഷവും പല സബ്ജക്റ്റുകളായിട്ടാണ് ഈ യൂട്യൂബേഴ്സ് ഇതിനെ കൊണ്ടാടുന്നത്. തികച്ചും നിർഭാഗ്യം എന്ന് പറയാം, തികച്ചും കൊണ്ടാടുകയാണ് ഇവര് ഈ ഒരു ഉത്സവം. അതായത് ഗോപൻജിയുടെ സമാധി ഒരു ഉത്സവമാക്കിയാണ് അവർ കൊണ്ടാടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വീട്ടുകാര് അവർക്കൊരു മണ്ടത്തരമേ പറ്റിയുള്ളൂ. കാര്യം, ഈ ഗോപൻ സ്വാമി മരിച്ചപ്പോൾ ഒരു സർട്ടിഫൈഡ് ഡോക്ടറിനെ കൊണ്ട് മരണം സർട്ടിഫൈ ചെയ്തിട്ട് അത് റെക്കോർഡ് ആക്കിയിട്ട് ആരെയും കാണിക്കാതെ ഈ പറയുന്ന സമാധി ചെയ്തിരുന്ന ഒരുത്തനും വന്ന് പൊക്കത്തില്ല. ആ സർട്ടിഫൈ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, ഹൈക്കോടതി സമർപ്പിച്ചാൽ മതി, ഒരുത്തനും വന്ന് പൊക്കത്തില്ല. അവർക്ക് അതിനുള്ള വിവരമില്ല, അത് വേറെ കാര്യം. അവര് ആ ഒരു അത്രയുമുള്ള ചിന്താഗതി അല്ലെ ചിന്താശേഷി ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ അപ്പോൾ യൂട്യൂബേഴ്സിന്റെ പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊന്നിട്ടതാണ്. ചില യൂട്യൂബർ എന്തോ ഉണ്ണി മുകുന്ദന്റെ ആ തെറി പറഞ്ഞയാള്, അദ്ദേഹം ഇത് ഷുഗർ ഇൻസുലിൻ കുത്തിവെച്ച് കൊന്നതാണെന്ന് വരെ കണ്ടെത്തിയിരിക്കുന്നു. പല യൂട്യൂബേഴ്സും പല കാരണങ്ങളും പറഞ്ഞു, കൊന്ന് കെട്ടിത്തൂക്കി അവിടെ ഇട്ടു എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് എക്സ്ഹ്യൂമേഷന് ശേഷം, അതായത് ഇത് കഴിഞ്ഞു കൊണ്ടുപോയി ഫോറൻസിക് റിപ്പോർട്ട് വരാനിരിക്കെ ബാക്കിയെല്ലാം നോർമൽ ആണെന്നുള്ള ഇത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇദ്ദേഹം ഒരു സ്വാമി ആയതിലാണ് ഇവർക്ക് കുണ്ഠിതം, ഇവർക്ക് പുച്ഛം, ഇവർക്ക് സങ്കടം, ഇവർക്ക് ദേഷ്യം, ഈ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചുള്ളൂ. സത്യം പറഞ്ഞാല് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാ എല്ലാ മനുഷ്യരും എന്തിനോടെങ്കിലും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അത് ചിലപ്പം ദൈവമായിരിക്കാം, ചിലപ്പം നമ്മളുടെ അച്ഛനും അമ്മയായിരിക്കാം, ചിലപ്പം സാത്താനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം തെച്ചിക്കോട് രാമചന്ദ്രനായിരിക്കാം, ആനയായിരിക്കാം. അങ്ങനെ എന്തിനോടെങ്കിലും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, ഈ ജനങ്ങള്, അല്ലെ? അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഒരു സമാധി കുടികൊള്ളുന്ന ഒരു സ്വാമിയാണെന്ന് അവരുടെ പിള്ളേര് പറയുന്നു. അതിനെ കുറെ പേര് വിശ്വസിക്കുന്നു. അത് സമാധിയാക്കാൻ അവർ അടുത്ത പരിപാടി നടക്കുന്നു. ഇപ്പം വരെ ഇതൊരു കൊലപാതകമായിട്ട് കണക്കാക്കിയിട്ടില്ല പോലീസ്. ഒരു അബ്രഷൻ എങ്ങാണ്ടുണ്ട്,
പിന്നെ ഈ സാമ്പിള്, അതായത് മൂക്കിന്റെയും അന്നനാളത്തിന്റെയും ലങ്സിന്റെയും ഒക്കെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഭസ്മത്തിന്റെ പൊടിയുണ്ടോന്നോ എല്ലാം നോക്കും. അതൊന്നും ഇല്ലാത്ത പക്ഷമാണെങ്കിൽ ഇതൊരു സാധാരണ മരണമായിട്ട് കണക്കാക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് പിന്നീട് പുച്ഛം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന്, പ്രമുഖമായിട്ടുള്ള യൂട്യൂബേഴ്സിന് പുച്ഛം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗോപൻ സ്വാമി അവറുകളായി, അത് മോശമല്ലേ, തെറ്റല്ലേ, ഞങ്ങൾ വിശ്വസിക്കത്തില്ല, അത് ശരിയാണോ, അന്ധമായിട്ട് വിശ്വസിക്കുന്നു, മണ്ടത്തരമല്ലേ, മറ്റത്. എന്റെ പൊന്ന് മച്ചാന്മാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളൂ, അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളെ നടക്കുകയുള്ളൂ. പിന്നെ ആഗോളപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ജാതിയോ മതമോ ഒന്നും അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത്, എനിക്കിപ്പം നെയ്യാറ്റിങ്കര ഗോപൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഒരു ചുമട്ടുകാരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആകാം. നാളെ ചിലപ്പം അവിടെ ഒരു മിറാക്കിൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ കബറിലേക്ക് ഇദ്ദേഹത്തിനെ വെക്കുന്നു, അതൊരു സമാധിയാക്കി വെക്കുന്നു. അവിടെ കുറച്ച് പേര് 100 പേരോ 200 പേരോ അതിനെ പൂജിക്കുന്നു. യൂട്യൂബേഴ്സിന് പുച്ഛമാണ്. ഇന്ന് ഞാനൊരു സബ്സ്ക്രൈബറാണ്, ലൈഫ് ഓഫ് അനന്തു സബ്സ്ക്രൈബറാണ്, വി ഹിയറിന്റെ സബ്സ്ക്രൈബറാണ്. ഇവരെല്ലാം പറയുന്നു എനിക്ക് വിശ്വസിക്കാൻ, അവർ പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ജാതി വ്യവസ്ഥയല്ല ഞാൻ ചോദിക്കുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ലോർഡ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹവും ഈ ഒരു അവസ്ഥയിലാണ് പോയത്, അല്ലെ? അപ്പൊ അദ്ദേഹം കുറെ മിറക്കിൾസ് കാണിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ദൈവമാണ്, ആയിക്കോട്ടെ, കാണുന്നുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അവിടെ ജെറുസലേമിൽ ഇപ്പം അടി നടക്കുന്നു, ഇപ്പം വെടിനിർത്തൽ നടത്തി, പലസ്തീനും ഇസ്രയേലും കാര്യങ്ങൾ, അവിടെ അതിനകത്ത് ഖബറുണ്ട്. അപ്പൊ അദ്ദേഹം പൊങ്ങിപ്പോയെന്ന് ഒരു കൂട്ടർ പറയുന്നു പൊങ്ങിയിട്ടില്ലെന്ന്, പെന്തക്കോസ്റ്റ് അവർ പറയുന്നു പൊങ്ങിയിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു എക്കച്ചക്കലുണ്ട്, വലിയൊരു മതമാണ്, വിശ്വാസമുണ്ട്. ഓക്കെ, യേശു ക്രിസ്തുവിനെയും ഖബറടക്കിയിരിക്കുകയാണ്. ഇവിടെ ഈരാറ്റുപേട്ട, ഞങ്ങളുടെ കോട്ടയം ഈരാറ്റുപേട്ട വാഗമണ്ണ് പോകുമ്പോൾ ഒരു വിശുദ്ധയായിട്ട് കാണുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു, അൽഫോൺസാമ്മ എന്ന് പറയുന്ന. അപ്പൊ പുള്ളിക്കാരത്തി അവിടെ ആൾക്കാർക്ക്, സാധാരണപ്പെട്ടവർക്ക് അറിയാം, അൽഫോൺസാമ്മയെ അറിയാം, അവരത്ര വിശുദ്ധയൊന്നുമല്ല, പ്രാർത്ഥിക്കും, നല്ല സ്ത്രീയെ, ദൈവവിശ്വാസവും എല്ലാം നല്ല ശാന്തമായിട്ട് പോകുന്ന ഒരു സ്ത്രീ മരിച്ചു, അവർ കബറിലടക്കി, അവിടെ കബറായി. അത് പിന്നെ വത്തിക്കാനിൽ പോയി, വാറ്റിക്കൻ സിറ്റിയിൽ പോയി അവർ പറഞ്ഞു അത് വിശുദ്ധമായി, വിശുദ്ധമായി തൊഴുന്നു. ആയിക്കോട്ടെ, അതല്ലേ നമ്മുടെ ഇന്ത്യ. നേരെ വർക്കല വരിക, ശിവഗിരി വരുമ്പോഴത്തേക്കിന് അദ്ദേഹവും ശ്രീനാരായണ ഗുരു, അദ്ദേഹവും ഈ പറഞ്ഞ കൂട്ട് ഇതായി, സമാധിയായി. അവിടെ അങ്ങോട്ട് പദയാത്ര വരെ നടത്തുന്നു, അദ്ദേഹത്തിനെ അവിടെ കൊണ്ടിരുത്തി. ആയിക്കോട്ടെ, സമാധാനം, സന്തോഷം, സൗമ്യം, അതാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ എനിക്കറിയാവുന്ന മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ, നമ്മുടെ താഴത്തങ്ങാടി പള്ളി, അതായത് കേരളത്തിൽ തന്നെ ചരിത്രപരമായിട്ട് പഴക്കം ചെന്ന പള്ളിയാണ്. അത് വേണ്ട, ഇവിടെ എറണാകുളത്തോട്ട് പോകുമ്പോഴത്തേക്കിന് ഒരു പള്ളിയുണ്ട്, അവിടെ കാഞ്ഞിരമറ്റം പള്ളി എന്ന് പറയും, ചരിത്രപരമായിട്ടുള്ള പള്ളിയാണ്. അവിടെയും 2 ഖബറുണ്ട്. ഈ ഖബർ എന്ന് പറഞ്ഞാൽ സമാധി തന്നെ. അവിടെയും പോയി ആൾക്കാരെ തൊഴുതു, നമസ്കരിക്കും. അപ്പൊ അദ്ദേഹം ഈ ഖബറിൽ ഇരിക്കുന്ന ആള് നല്ലത് ചെയ്തിരുന്നോ, ഈ സമാധിയിലിരിക്കുന്ന ആള് നല്ലത് ചെയ്തിരുന്നോ, ഇതൊന്നും ഒരു ചോദ്യമല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ചോളൂ, അല്ലെ കേരളക്കാരെ സംബന്ധിച്ചോളൂ, അല്ലെ? ഇപ്പം ഇവിടെ കാഞ്ഞിരമറ്റം പള്ളി പോയി കബറിൽ തൊഴുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ആ പള്ളി. അപ്പൊ ആ കബറിൽ ഇരിക്കുന്ന ആരാന്ന് പോലും അറിയത്തില്ല. അവിടെ പോയി എല്ലാവരും പോയി തൊഴുതു, ഞാനും പോയി തൊഴുതു. അൽഫോൺസാമ്മയെ കണ്ടിട്ടുണ്ട്, അവിടെ പോയി തൊഴുതു, എല്ലാവരും പോയി തൊഴുതു, ഞാൻ തൊഴുതു. പുച്ഛിക്കരുത് ഒരിക്കലും. ശിവഗിരി വന്ന് തൊഴുതു, എല്ലാവരും വന്ന് തൊഴുതു, ഞാനും തൊഴുതു. പുച്ഛിക്കരുത്. അപ്പോ അതുപോലെ ഒരു മനുഷ്യനല്ലേ നെയ്യാറ്റിങ്കര ഗോപൻ. അയാൾ എന്തേലും ആയിക്കോട്ടെ, അവരുടെ പിള്ളേര് അങ്ങനെ നടത്തട്ട്. ഇതൊരു ചരിത്രത്തിന്റെ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും അല്ലാത്ത ഒരു നെയ്യാറ്റിങ്കര ഗോപൻ ഒരു സ്വാമിയായിരുന്നു, അദ്ദേഹത്തിനെ ഈ രീതിയിലേക്ക് അവരോഹണം ചെയ്തിരിക്കുന്നു, അല്ലെ? അപ്പൊ നാളെ ഒരു സമാധി വരികയാണ്. ടിൽ നൗ അതൊരു തല്ലിക്കൊലയല്ല, നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ അതൊരു സമാധി, അല്ലെ? ഇവിടെ ബുദ്ധിയുള്ളവൻ അന്ധമായിട്ട് വിശ്വസിക്കും. ബുദ്ധിയുള്ളവൻ എന്ന് പറയുമ്പോൾ ജീവനുള്ളവനായിരിക്കണം. ഇപ്പൊ മാനസികമായിട്ട് നാരായണത്ത് ഭ്രാന്തന് അല്ലെങ്കിൽ മാനസിക രോഗമുള്ളവർക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരവരുടേതായ ലോകത്താണ്.
നമ്മളുടെ മനസ്സ് അല്ലെ നമ്മളുടെ ചിന്ത എന്നൊക്കെ പറയുന്നത് ആർക്കും നിർവചിക്കാൻ മേലാത്ത കാര്യമാണ്. നമുക്ക് ഞാൻ ഈ കണ്ണിൽ കൂടെ കാണുന്ന അത് എന്റെ ലോകമാണ്, ഞാൻ ഈ ചിന്തിക്കുന്ന എന്റെ ലോകമാണ്, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു 10-100 പേരുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ലോകമാണ്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസവും ഈ കാഴ്ചയും ഈ പ്രവൃത്തിയും ആർക്കും ദോഷം സംഭവിക്കാതെ അവർ ദുഷിപ്പം ഉണ്ടാക്കാത്ത പ്രവൃത്തിയും ചിന്തയും ആണെങ്കിൽ പുണ്യം തന്നെയാണത്, അല്ലേ? ഞാൻ പറയുന്നത് ചിലപ്പോൾ നാളെ ഒരു 100 വർഷം കഴിയുമ്പോൾ ഇവിടെ പൊങ്കാലയിടാൻ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ അടുത്ത് പോകുന്നവർ കാണും, അല്ലേ? അപ്പൊ എനിക്ക് ഈ വി വി ഹിയറിനോടും ലൈഫ് ഓഫ് അനന്തിനോടും ബാക്കി യൂട്യൂബേഴ്സിനോ അതർ ബ്ലോഗ്സിനോടും അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിനോടും അവരോടും ഈ പ്രമുഖമായിട്ടുള്ള യൂട്യൂബേഴ്സിനോടും മാധ്യമങ്ങളോടും പറയാനുള്ളത്, അദ്ദേഹം ചിലപ്പോൾ ഒരു പുണ്യാത്മാവായിരിക്കും, അല്ലെ? ഒന്നുമല്ലാത്ത ഈ ഗോപൻ ഈ കേരളം മൊത്തം അറിയുന്ന ഒരു ഗോപനായി മാറി, അല്ലേ? അപ്പോൾ എന്തേലും കാണും. നമ്മൾ ഒന്നിനെയും അങ്ങ് ഇകഴ്ത്തി കാണരുത്, അല്ലെ? അതാണ് വേണ്ടത്. ഇപ്പം രാഹുൽ ഈശ്വരി പറഞ്ഞു കൂട്ട് നാളെ അതിലേക്ക് ഒരു പദയാത്ര നടക്കുന്ന ഒരു വിശ്വാസ തരംഗമുണ്ടാകാം. ഇവിടെ ശ്രീനാരായണ ഗുരുവും അൽഫോൾസാമ്മയും തങ്ങളുമാരും എല്ലാവരും വാഴുന്ന കബർസ്ഥലങ്ങളും സമാധികളും ഉള്ള ഒരു കൊച്ചു കേരളമാണ്, അല്ലെ? ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ. അത് നമ്മൾ കാണുക.